അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സുന്നികൾക്കിടയിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി കടന്നു വന്ന ബിദ്അത്തുകാർക്കിടയിലും വല്ലാതെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇസ്തിഗാസ എന്നുള്ളത്, മഹത്തുക്കളോടുള്ള സഹായത്തേട്ടം. ആ ഇസ്തിഗാസ ചെയ്യുന്ന സുന്നികളെ സംബന്ധിച്ച് ബിദ്അത്തുകാർ പറയുന്നത്, ഇസ്തിഗാസ ചെയ്യുന്ന ഒരു വിശ്വാസി, അതായത് സുന്നി, അവൻ മുശ്രിക്കാണെന്നും അവൻ ചെയ്യുന്നത് ശിർക്കാണെന്നും എന്നാണ് ഇവർ പറയുന്നത്. കാരണം പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ പൂർവികരായ മഹത്തുക്കളോ ഈ വിഷയ സംബന്ധിയായിട്ട് ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി, മഹത്തുക്കളോടുള്ള സഹായത്തേട്ടം കാണിക്കാൻ കഴിയില്ല എന്നാണ് ബിദ്അത്തുകാർ പറയുന്നത്. എങ്കിൽ മുഅ്മിനീങ്ങളെ, നമുക്ക് ആ വിഷയമൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് ഇസ്തിഗാസയെ സംബന്ധിച്ച് മഹത്തുക്കൾ പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്താണ് ഈ വിഷയ സംബന്ധിയായിട്ട് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ. ഖുർആനിൽ ഇസ്തിഗാസയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് സംസാരിക്കണം. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാം, സൂറത്തുൻ നിസായിലെ വലൗ അന്നഹും യുളലമു അൻഫുസഹും ജാഊക എന്ന ആ ഒരു ആയത്ത്, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബിദ്അത്തുകാരുടെ അവരുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ട് പരിചയപ്പെടുത്തുന്ന ഇബ്നു കസീർ, ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യനായ ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വ്യക്തമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. വലൗ അന്നഹും യുളലമു അൻഫുസഹും ജാഊക എന്ന ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാനു അൻ യഅതു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്അലുല്ലാഹ തആല ഇൻദഹു വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും. ഇബ്നു കസീർ പറയുന്നത്, തെറ്റ് ചെയ്ത ആളുകൾ മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് നബി തങ്ങളോട് ആ വിഷയം പറയണമെന്നാണ്. ബിദ്അത്തുകാർക്ക് വളരെ വ്യക്തമായൊരു ഖണ്ഡനമാണ് ഇബ്നു കസീർ ഈ ആയത്തിൽ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ഉത്ബി തങ്ങളുടെ സംഭവം പറയുന്നുണ്ട്. ഇബ്നു കസീർ തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ രണ്ടാമത്തെ ഒരു ചോദ്യം പറയുക, നബിതങ്ങളും സഹാബത്തും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അഷ്റഫുൽ ഹൽക്കായ നമുക്ക് സത്യദീൻ കൈമാറി തന്ന പ്രവാചകന്മാരിൽ സയ്യിദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹ് തന്നെ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ മക്കൾക്ക് ഇസ്ഹാഖ് നബിക്കും ഇസ്മായിൽ നബിക്കും മന്ത്രിച്ചു കൊടുത്ത ഒരു മന്ത്രം, അതുകൊണ്ട് ഞാൻ ഹസൻ തങ്ങൾക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഔദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി. അപ്പോൾ ഈ ഔദു ബി കലിമാത്തില്ല എന്ന ഈ കലിമാത്തുള്ള എന്താണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അപ്പോൾ ഔദു ബില്ലാഹി, അള്ളാഹുവിനോട് കാവൽ തേടുന്നത് പോലെ തന്നെ കലിമാത്തുകൾ എന്നതിനെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന സൂറത്തുൻ നാസിയാത്തിൻ്റെ രണ്ടാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുർ റാസിയിൽ ഇമാം റാസി തങ്ങൾ പറയുന്നത് അർവാഹുൽ മുഅ്മിനീൻ എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു സംഭവമാണ് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു. ഹിജ്റ 5-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലെത്തി. ഹിജ്റ 60-ലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ഈ ഒരു സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മദീനയിൽ ക്ഷാമമേറിയ സന്ദർഭത്തിൽ തിരു റൗള ഷരീഫിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്തസ്ഖലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് ഫൈന്നഹും ഖദ് ഹലകു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുകയാണ്. അങ്ങനെ തേടിയ സന്ദർഭത്തിൽ ആ മഹാൻ്റെ സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയണമെന്നും നിങ്ങൾക്ക് ആവശ്യപൂർത്തീകരണം ലഭിക്കുമെന്നും എന്ന് പറഞ്ഞാൽ ക്ഷാമം മാറി മഴ ലഭിക്കുമെന്നും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചില ഉപദേശങ്ങളും കൈമാറി. ഇസ്തിഗാസ ചെയ്തതിന് ഫലം കിട്ടി എന്നുള്ളത്. അതെ, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയിട്ട് ഈ ഒരു സംഭവം അവതരിപ്പിച്ചപ്പം ഉമർ റളിയല്ലാഹു അൻഹു ഇന്നത്തെ പുത്തനാശയക്കാർ പറയുന്നത് പോലെ നീ എന്തൊരു കാര്യമാണ് ചെയ്തത്, ശിർക്കാണ്, പ്രവൃത്തിയാണെന്നൊന്നും പറയുന്നില്ല. മറിച്ച് ഈ ഒരു സംഭവം കേട്ടപാട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് നിറയുകയാണ്. അപ്പം അവരൊക്കെ അംഗീകരിച്ചു. ഈ ഒരു സംഭവത്തെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഒരു സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഖസ്തലാനി ഇമാം, അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഇബ്നു കസീർ, അതേപോലെ തന്നെ നമ്മുടെ അയിമത്ത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മുസന്നഫ് അബൂ ശൈബ തങ്ങൾ, ഇങ്ങനെ ബുഖാരി ഇമാമിൻ്റെ ഉസ്താദ്, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ അയിമത്ത് മുഴുവനും ഈ ഒരു ഹദീസിനെ തള്ളിക്കളഞ്ഞു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റൂല.
അപ്പം സ്വഹാബത്തുകൾ ചെയ്ത കാര്യമാണ് ഇസ്തിഗാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൂർവിക പ്രവാചകന്മാരും ചെയ്ത സംഗതിയാണ് ഇസ്തിഗാസ. ഇതിനെയാണ് ഇവർ എതിർക്കുന്നത്. അപ്പം അമ്പിയാക്കൾ ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. ഇനി അയിമ്മത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കണം. അതെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയിമ്മത്തുകൾ, ആ അയിമ്മത്തുകളിൽ പറഞ്ഞ വിഷയങ്ങൾ എല്ലാവരും പഠിപ്പിച്ചു എന്നുള്ളത് നമ്മൾ മാത്രമല്ല പറയുന്നത്. ഈ അയിമ്മത്ത് വളരെ വ്യക്തമായിട്ട് ആ വിഷയം അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഫാഉ സഖാമിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യഅലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു വത്തശഫഉ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല വജവാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫ മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീന വസിയരി സലഫി സ്വാലിഹീന വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ വലം യുൻകിർ അഹദു മിൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ വലാ സുമിഅ മിൻ സമനിൽ അസ്മാനി ഹത്താ ജാഅ ഇബ്നു തൈമിയ്യ. അപ്പോൾ ഇബ്നു തൈമിയ്യയാണ് ഈ വിഷയ സംബന്ധിയായിട്ട് ആദ്യം ഇതിനെ എതിർത്ത് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും സജ്ജനങ്ങളും എല്ലാവരും ഇത് ചെയ്തു എന്ന് ഇമാമിയങ്ങളാണ് പറയുന്നത്, നമ്മളുടെ വക പറയല്ല. മഹത്തുക്കളായ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ, ഇമാമുന സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ വളരെ പ്രസിദ്ധമായൊരു കിതാബാണ് ശിഫാഉ സഖാം. ആ ശിഫാഉ സഖാമിൽ കൃത്യമായിട്ട് അതിൻ്റെ നിലപാട് പറയുകയാണ്. എല്ലാവരും അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും എന്ന് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞ എല്ലാ മുഅ്മിനീങ്ങളും ഇത് ചെയ്തതാണ്. ആരും ഇതിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, മുജാഹിദുകളുടെ വലിയ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ കടന്നു വരുന്നത് വരെ, അതിനു മുമ്പ് ഒരാൾക്കും ഈ ഒരു ഇസ്തിഗാസ ശിർക്കാണെന്ന് അവർക്കൊന്നും പരിചയമല്ല. അവരൊക്കെ ഇത് അംഗീകരിച്ചവരാണ്. ഇബ്നു തൈമിയ്യയാണ് ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും എത്രയോ സംഭവങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. പൂർവികരായ ഇമാമിയങ്ങൾ അവർ എത്രയോ ഇസ്തിഗാസ ചെയ്ത് അവരുടെ കിതാബുകളുടെ തുടക്കത്തിൽ തന്നെ നോക്കുമ്പോൾ അവർ ഇസ്തിഗാസ ചെയ്തിട്ടാണ് ആ രചനകളൊക്കെ നടത്തിയതും മറ്റൊക്കെ അവരുടെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഇമാമിയങ്ങൾ, പൂർവികരായ എല്ലാ ആളുകളും ഇത് പഠിപ്പിച്ചതാണ്. ഇത് ശിർക്കാണെന്ന് അവർക്ക് ആർക്കും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നവരാണ്. ഇമാം സാബി റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ ജൗഹറുൽ മുനല്ലം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ പറയുന്നുണ്ട്, ഇസ്തിഗാസ തൗഹീദ് വിരോധികൾ ചെയ്യുന്ന കാര്യമാണ്, അത് തെറ്റാണ് എന്ന് പറയുന്നവർക്കാണ് പിഴവ് സംഭവിച്ചത്. കാരണം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹത്തുക്കളോട്, മഹാത്മാക്കളോട് സഹായം തേടുക എന്നുള്ളത് സൽക്കർമ്മമായിട്ടാണ് അയിമ്മത്ത് മുഴുവൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസയെക്കുറിച്ച് പറയുമ്പം സുയൂത്തി ഇമാം അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ കുടുംബത്തെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ വഫാത്തായാൽ നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ എൻ്റെ ഖബറിൻ്റെ അരികിൽ വന്ന് ഇസ്തിഗാസ ചെയ്യണം. ഇങ്ങനെ അയിമ്മത്ത് മുഴുവനും അവരുടെ ജീവിതകാലത്തും അവരുടെ മരണശേഷവും ഒരുപാട് സംഭവങ്ങൾ ഇസ്തിഗാസ ചെയ്യുകയും അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്തത് സ്വഹാബത്തും അമ്പിയാക്കളും സ്വാലിഹ്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സുയൂത്തി ഇമാമിൻ്റെ സംഭവം അത് അസ്സനാ ഉൽ ബാഹിർ ബി തക്മീലി നൂരി സാഫിർ എന്ന് പറയുന്ന അസ്കലാനി പണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. സുയൂത്തി ഇമാമൊക്കെ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ കഴിയൂല, അത്രയും ഹദീസുകൾ മനപ്പാടുള്ള പണ്ഡിതനാണ്. അതെ, ഇത്തരം വലിയ വലിയ വിജ്ഞാന പടുക്കളായ പണ്ഡിതന്മാർ മുഴുവനും ഇസ്തിഗാസ ചെയ്തു, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഷിർക്കിലാണ് എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ തൗഹീദ് എന്ത്, ഷിർക്ക് എന്ത് മനസ്സിലാക്കുന്നതിൽ അവർ അപകടം പറ്റിയിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞീദ് മദനിയുടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, മനുഷ്യ കഴിവിന് അതീതമായ ഒരു കാര്യം ജീവിക്കുന്ന ആളിനോടോ മരിച്ചവരോടോ ചോദിക്കുന്നത് ആരോട് ചോദിച്ചാലും അപ്പം ഈ മനുഷ്യ കഴിവിന് അതീതമാണ്, ഈ അതീതമായത് മാത്രമേ ശിർക്കാവൂ, അതല്ലാത്തതൊന്നും ശിർക്കല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം സൂറത്തുൽ അംഫാലിൻ്റെ 17-ാമത്തെ വചനം അതിൽ പറയുന്നുണ്ട്, ഫലം തഖ്തുലൂഹും വലാകിൻ അല്ലാഹ ഖതലഹും, ബദർ യുദ്ധത്തിൽ നിങ്ങളല്ല അവരെ കൊന്നത്, മറിച്ച് അള്ളാഹുവാണ്. അതായത് നമ്മൾ ചെയ്യുന്ന സർവ്വപ്രവർത്തനവും സൃഷ്ടാവായ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് തന്നെയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, ഫദല്ല ഹാദ ആല അന്ന ഹുദൂസ തിൽക്കൽ അഫ്ആലി ഇന്നമാ ഹസല മിനല്ലാഹ്. അപ്പം ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ, ജീവിതകാലത്തുണ്ടാവുന്നതാവട്ടെ മരണശേഷം എല്ലാം റബ്ബിൽ നിന്നാണ്. അത് തന്നെയാണ് ഇസ്തിഗാസ ചെയ്യുന്ന സുന്നികളും വിശ്വസിക്കുന്നത്. ഒരു കാര്യം ഷിർക്കാവണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം ആ
തേടപ്പെടുന്ന വ്യക്തിയെ തേടുന്ന ആൾ ദൈവമായിട്ടോ അല്ലെങ്കിൽ ആരാധനക്കർഹൻ എന്ന നിലയിലോ കാണണം. ഇങ്ങനെ ഒരിക്കലും തൗഹീദിനെ ഒരു മുസ്ലിം ഒരു സുന്നിയും കാണുന്നില്ല. ഇവിടെയാണ് വഹാബികൾക്ക് തെറ്റുപറ്റിയത്. ഇവിടെ തൗഹീദിന്റെ അപ്ഡേഷനൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ അപകടമാണ്. ഒരുപാടുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞീദ് മദനി പറഞ്ഞ വിഷയം, അതുപോലെ തന്നെ അവരുടെ അൽമനാറൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണല്ലോ കൊട്ടപ്പുറത്തിലെ വിഷയം നിങ്ങൾക്ക് പറയാണ്ടല്ലോ. കൊട്ടപ്പുറം സംവാദത്തിൽ അന്ന് 83 4 ദിവസത്തിന് വേണ്ടിയാണ് സംവാദം തീരുമാനിച്ചത്. 4 ദിവസത്തെ പരിപാടിയായിരുന്നു. പക്ഷെ മൂന്നാമത്തെ ദിവസം തന്നെ സുന്നികൾ വിജയം കീഴടക്കി. അവിടെ ഷെയ്ഖുന എപി ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആ ഉസ്താദ് അവിടെ ചോദിച്ച 2 കാര്യങ്ങളാണ്. എന്താണ് ശിർക്ക്, രണ്ടാമത്തത് എല്ലാ വിളിയും ശിർക്കാണോ. ഇതിന് മറുപടി പറയാതെ കുഴയുകയായിരുന്നു വഹാബി. ആ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുവരെ അവർക്ക് എന്താണ് ശിർക്ക് എന്ന് പറയാൻ വ്യക്തമായിട്ട് കഴിയും. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ പല വിഭാഗങ്ങളായിട്ട് പരസ്പരം അടിയ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലും ലോകത്തുമുള്ള വഹാബികൾ ചെയ്തത് 3 കാര്യമാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചു. ബഹുദൈവ ആരാധകരായ മുശ്രിക്കീങ്ങളുടെ മേൽ അവതരിച്ച മുഴുവൻ ഖുർആൻ സൂക്തങ്ങളും സുന്നികളുടെ മേൽ ആരോപിച്ചു. രണ്ടാമതായിട്ട് തിരു ഹദീസുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞു. സ്വഹാബത്തിൻ്റെയും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെയും പ്രവൃത്തികളെയും അവർ പറഞ്ഞ കിതാബുകളിൽ ഉദ്ധരിച്ച ഉദ്ധരണികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ബുദ്ധി കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ ക്രിയേറ്റ് ചെയ്യുക, നിർമ്മിക്കുക. എന്നിട്ട് ഇതാണ് ദീൻ എന്ന് പറഞ്ഞിട്ട് വെച്ച് വിളമ്പുക. ഇത് എത്ര വലിയ അപകടമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതും സ്വഹാബത്ത് ചെയ്തതും ഇതാണ് പണ്ഡിതന്മാരിലൂടെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നുകിൽ ഇസ്തിഗാസ ചെയ്യുന്ന ബഹുഭൂരിപക്ഷ മുസ്ലിമുകളെയും ഇവർ തൗഹീദിന്റെ വിരോധികളാക്കുന്നു, അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ടി വരിക ഇത് ചെയ്ത സ്വഹാബത്തിനെയും അതേപോലെ തന്നെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെയും എല്ലാം അംഗീകരിക്കേണ്ടി വരും. രണ്ടാലൊന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇസ്തിഗാസ എന്നുള്ളത് തൗഹീദിന് വിരുദ്ധമല്ല. എന്നാൽ അല്ലാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളോട് ദൈവമാണെന്ന് അല്ലെങ്കിൽ ആരാധനക്ക് അർഹനാണ് എന്ന നിലയിൽ അത് സുന്നിയല്ല, ആര് ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്. ഈ ഒരു വ്യത്യാസം ഇവർക്ക് മനസ്സിലാക്കാതെ കേരളത്തിലും അതേപോലെ തന്നെ ലോകത്തിലുമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ തൗഹീദിന് വിരുദ്ധമായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ തൗഹീദ് വിരുദ്ധരാണ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ യഥാർത്ഥമായിട്ട് ഈ ദീനുൽ ഇസ്ലാമിലും അയിമ്മത്തിൻ്റെ കിതാബിലും എന്തുണ്ട് എന്നതൊന്ന് ഒരു നിമിഷം നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് മാത്സര്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. അപ്പം നിഷ്പക്ഷമായിക്കൊണ്ട് ഈ കാര്യങ്ങളെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്തിഗാസ അത് പുണ്യകർമ്മമാണ് എന്ന് എല്ലാവർക്കും നിസ്സംശയം പറയാൻ പറ്റും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതേപോലെ തന്നെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ഇസ്തിഗാസ അത് ദീനീ വിരുദ്ധമല്ല, മറിച്ച് ഇവർ മുഴുവൻ മുൻഗാമികൾ ചെയ്ത ഒരു മാതൃകാപരമായ കാര്യമാണ്. ഇത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയും അത് നമ്മുടെ സമൂഹത്തിന് കൈമാറ്റം ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനെതിരെ ആരെന്ത് ജൽപ്പനങ്ങളുമായി വന്നാലും അതൊന്നും ശരിയല്ല, ഹക്കായ ദീനല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതുകൊണ്ട് ഇസ്തിഗാസ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ മോചിതത്തും കറാമത്തും മുഖേന അള്ളാഹു സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ ഒരു വിശ്വാസി ചോദിക്കുന്ന ഇസ്തിഗാസ അതൊരിക്കലും തെറ്റല്ല എന്ന് നാം ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കണം. മറിച്ച് അത് പുണ്യകർമ്മമാണെന്നും അതിനെതിരെ പറയുന്നവരാണ് ബിദഅികളും പുത്തനാശയക്കാരുമെന്നും നാം മനസ്സിലാക്കണം. ഹക്കായ ദീന് മനസ്സിലാക്കാനും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.